പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ജൈനിസ് മുറിയിലേക്ക് എല്ലാ ദൈവമക്കളും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തോടെ നമ്മൾ കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു പുത്തൻ അഭിഷേകം നമ്മളിലേക്ക് ഒന്നറിയപ്പെടാൻ, അപ്പം അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകം നമ്മൾ നിറയപ്പെടാൻ നമുക്ക് സൂചിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആ എലിസബത്തിന് അഭിവാദം ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മയിൽ നിന്നും എലിസബത്ത് ലഭിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പുത്തൻ അഭിഷേകം ഞങ്ങളിൽ വന്നു നിറയപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മനസ്സും ഹൃദയം ഒക്കെ പല വിധത്തിൽ വേദനയോടെ ഞങ്ങൾ ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ രോഗബാധിതരായിരിക്കുക, സാമ്പത്തിക ക്രൈസിസിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരം ഖനായിലെ കല്യാണം വരുന്നില്ലേ, അത്ഭുതം നടത്തിയതുപോലെ അമ്മയുടെ മാതൃസ്ഥ ശക്തി അത്ഭുതം നടത്തിയ പോലെ അമ്മേ, ഞങ്ങളുടെ മേൽ ആ അത്ഭുത ശക്തിയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഹല്ലേലൂയ. നമ്മൾ പ്രത്യേകിച്ച് സന്തോഷത്തിൻ്റെ 5 രഹസ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ 5-ാം രഹസ്യത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ധ്യാനിച്ചു. പ്രത്യേകിച്ച് ഒരു ഉണ്ണിയെ അവർ തിരുനാൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് പിന്നീട് അവർ നോക്കിയപ്പം ബാലനായ യേശുവിനെ കാണാതെ ഉണ്ടായ ഒരു വിഷമത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് ചെയ്തത്. ഇനി അടുത്തൊരു ഭാഗം തിരികെ ജെറുസലേമിലേക്ക് വരികയാണ്. ജെറുസലേം വന്നിട്ട് അവർ വന്ന് നോക്കുന്ന സമയത്ത് വചനം പറയുന്നു, 3 ദിവസങ്ങൾക്ക് ശേഷം, ലൂക്കാ 2:46, 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അമ്മേ, ഹല്ലേലൂയ. ഇല്ലേ, ധൂർത്തപുത്രന്റെ തിരിച്ചു വരവ് പോലെ തന്നെ കണ്ടെത്തുമ്പോൾ പിതാവായ ദൈവത്തിനുണ്ടായ ഒരു സന്തോഷം പോലെ തന്നെ ഒരു സ്വന്തം മകൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ മകൻ തിരികെ നമ്മുടെ കുടുംബത്തിലേക്ക് എത്തുമ്പോൾ, ഇല്ലേ, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ട്രെയിനിലോ ബസ്സിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ ഒക്കെ വെച്ച് മോൻ മിസ്സായി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മലയാറ്റൂർ മലേനെ കയറുമ്പോൾ സമയത്ത് നമ്മൾ ബൈക്കിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തിരക്കിലും വേണ്ടി നമ്മുടെ മകനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് അവരിങ്ങനെ മലയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ വേദനയോട് പിന്നെ മല കയറാനൊന്നും പറ്റുന്നില്ല, കാരണം കുഞ്ഞ് നഷ്ടപ്പെട്ടിരിക്കുക. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു മൈക്കിലൊരു അനൗൺസ്മെന്റ് വരുന്നത്, ഇന്ന കുഞ്ഞ് ഇതാ മലയുടെ അടിവാരത്ത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു ആനന്ദം. അതുപോലെ തന്നെ ഇവര് ഒത്തിരി ദൂരം നടന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് തിരികെ വന്ന് നോക്കുമ്പോൾ ജെറുസലേമിലെ വെച്ച് കണ്ടെത്തിയപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം. അമ്മേ, ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന പരിശുദ്ധ അമ്മയ്ക്ക്, അതുപോലെ തന്നെ നമ്മൾ തിരികെ വരുമ്പോൾ സഭയിലേക്ക് നമ്മൾ തിരികെ വരുമ്പോൾ അല്ലെങ്കിൽ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുന്ന സമയത്ത് അമ്മയിലുണ്ടാകുന്ന ഒരു സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ബാലനായ യേശുവിനെ കണ്ടെത്തിയപ്പോൾ, ദേവാലയത്തിൽ കണ്ടെത്തിയപ്പോൾ അവർ വളരെ സന്തോഷം. അപ്പം അവർ നോക്കുന്ന സമയത്ത് അവൻ ഉപാധ്യായന്മാരുടെ ഇടയിൽ നിന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പോഴാണ് ശരിക്കും അവർ അതുവരെ ദൈവോത്തരണം ചിന്ത ഉണ്ടാകാം, പക്ഷെ എന്നിരുന്നാലും ഉപാധ്യായന്മാരുടെ അടുത്ത് വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, അവർ പറയുന്നത് കേൾക്കുക, അതിങ്ങനെ ചെയ്യുന്നുണ്ടപ്പോൾ ഇവരാകെ ഞെട്ടിപ്പോയി. കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടിയിലും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കേട്ട് ഇവർ നോക്കിയിരിക്കുമ്പോഴാണ് അവനെ കണ്ടപ്പോൾ മാതാകുമാർ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? ഒരു മാനുഷികമായ ഒരു ചോദ്യമല്ലേ? നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ശിശുത്വം. ആട്ടിടയന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞേ, നിഷ്കളങ്കമായ ഒരു ചോദ്യം. നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും ഉൾക്കൊണ്ടതോടെ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അവനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? കുന്നോട് കുത്തിയപ്പോൾ ചോദ്യം പോലെ അല്ലേ, നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? കാരണം അവിടെ ആവുമ്പോഴേക്കും എന്താ പറയാ, ദേവപുത്രന്റെ വെളിപ്പെടുത്തൽ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്റെ പിതാവ് അവിടെ സ്വർഗത്തിലാണ്, എന്നെ അയച്ച ദൗത്യം ഞാൻ തുടങ്ങാൻ സമയമായി. പക്ഷെ അമ്മ പറയുന്നുണ്ട്, സമയമായിട്ടില്ല. അതിന്റെ സമയം പിന്നീട് കാനായിലെ കല്യാണ വിരുന്നിന് വെച്ചാ സംഭവിക്കുന്നത്. എന്നിരുന്നാലും അമ്മ എന്നെ ഇതൊന്നും ഉണ്ടില്ല. അവൻ അവരോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. അപ്പൊ ഒന്നും പറഞ്ഞവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യമെല്ലാം ഹൃദയത്തിൽ സംഹരിച്ചു. അമ്മേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നീണ്ട ഭാഗങ്ങളിൽ കിടക്കുന്നുണ്ട്. ഒന്ന്, എന്താ പറയാ, അവര് തിരികെ വരുന്നൊരവസ്ഥ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരാത്മാവ് നഷ്ടപ്പെടുമ്പോൾ
എന്റെയും നിന്റെയും ഭവനത്തില്, എന്റെയും നിങ്ങളുടെയും ഇടവകയില് സഭയ്ക്കുള്ളിൽ ഒരു ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ, ഞാൻ യേശുക്രിസ്തു നഷ്ടപ്പെടുന്ന യേശുക്രിസ്തു നഷ്ടപ്പെടുമ്പോൾ, ഇതൊക്കെ ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ യേശുക്രിസ്തു ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോൾ തന്നെയല്ലേ, അത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുക്കുന്നത് അവരെ നേടിയെടുക്കാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. ശരിക്കുവാണെങ്കിൽ നഷ്ടപ്പെട്ടമായ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം. അവിടെ ദൈവഹിതമാണ് നടക്കുന്നത്. അവിടെ ദൈവത്തിന്റെ വലിയ ഇടപെടലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ഭുതങ്ങൾക്ക് പുതിയ വഴി തുറന്നു കൊടുക്കുക ചെയ്യുന്നത്. ശരിക്കും ആണെങ്കിൽ നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ എന്താ പറയുക, ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല. പക്ഷെ അവിടെ എന്നാ വെച്ചെങ്കിൽ ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ സ്വർഗവും അല്ലെങ്കിൽ പരിശുദ്ധമ്മയും യേശുപിതാവും ഒക്കെ തിരികെ വന്ന് അന്വേഷിക്കാൻ എത്രയും ദൂരം നോക്കാതെ തിരികെ വരികയാണ്. അപ്പൊ നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ മക്കൾ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ഇടവകയിൽ ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഹൃദയം വേദനിക്കണം. നമ്മൾ ശരിക്കും ആണെങ്കിൽ അവിടെ നേടിയെടുക്കാനുള്ള പ്രാർത്ഥനകളും അല്ലെങ്കിൽ നേടിയെടുക്കാൻ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നമ്മൾ ചെയ്ത് നേടിയെടുക്കാൻ പറ്റണം. സന്തോഷിക്കാൻ നമ്മൾ ശരിക്കും വേണത്. അപ്പം പരിശുദ്ധ അമ്മ എന്താ പറയാ, തന്നിൽ നിന്നും യേശുക്രിസ്തു നഷ്ടപ്പെട്ടു പോയി എന്ന് ആ വേദനിച്ച് ഓടി ചെന്ന് തൻ്റെ മകന്റെ അവിടെ അത്ഭുത പ്രവൃത്തി, പ്രത്യേകിച്ച് ബുദ്ധിയിലും ശക്തിയിലും ജ്ഞാനത്തിലൊക്കെ മറുപടി പറഞ്ഞു കൊണ്ടിട്ട് ഇതൊക്കെ അമ്മ വിസ്മയിച്ചു. ശരി തന്നെയാണ്. പക്ഷെ അതിനപ്പുറമാണ് മകനെ നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വേറൊരു സത്യം കൂടി ഇതിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്തിലാണ് ഞാൻ വ്യാപൃതനായിരിക്കേണ്ടത്? നമ്മൾ അതിനെക്കുറിച്ച് അടുത്തൊരു സെക്ഷൻ കൂടെ നമുക്ക് ധ്യാനിക്കാം. പ്രത്യേകിച്ച് അമ്മ വന്നു, മകനെ കണ്ടു, മകൻ അമ്മയോടൊപ്പം തിരികെ ജെറുസലേമിൽ നിന്ന് തിരികെ പോകുന്ന ഭാഗം വരുമ്പോൾ എൻ്റെ ദൈവമക്കളെ, ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ട് കേട്ടോ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് എന്താണ് തരുന്നതെങ്കിൽ അത് അനുസരിച്ച് ഓരോ ദിവസവും, നാളത്തെ അല്ല ഇന്നത്തെ വേറെയാണ്. അതാണ് ഓരോ പ്രഭാതത്തിലും ദൈവസ്നേഹം പുതിയതാന്ന് പറയുന്നത്. വിലാപങ്ങൾ ദിവസം 3:22-23 പറയുന്നത്. അപ്പൊ പുതിയ ദൈവസ്നേഹത്തിൽ നിറയപ്പെടുവാൻ നമ്മൾ പ്രത്യേകിച്ച് ഓരോ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. എന്തുവാണ് പ്രത്യേകിച്ച് 5-ാം ദിവ്യ രഹസ്യത്തിലെ 12 വയസ്സ് പ്രായം വരെ നമ്മൾ കാണാതെ അന്വേഷിച്ച് 3-ാം ദിവസം ദേവാലയത്തിൽ കണ്ടെത്തുമ്പോൾ ആ ഒരു വചനം ഇന്ന് എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഈ ജപമാല ചെല്ലുമ്പോൾ എനിക്ക് അതിന്റെ വ്യാഖ്യാനം എന്താണ് എന്ന് ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഞാൻ ചൊല്ലുന്ന സമയങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതേ. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പുത്തനൊരു അഭിഷേകം, അല്ലെങ്കിൽ എന്താ പറയാ, ഹൃദയത്തിന്റെ ആ ചഞ്ചലപ്പ് ഇതൊക്കെ മാറ്റിക്കൊണ്ട് കൂടുതൽ ശക്തിയോടുകൂടെ ഉണർവോടുകൂടെ ഒരു സുവിശേഷകനായി മാറാനുള്ള അഭിഷേകം നമുക്ക് ലഭിക്കുക. അതിന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കണം. ആ അഭിഷേകത്തിനോട് നിറയാൻ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, കൂടുതൽ ജപമാലകൾ ചെല്ലുവാൻ, കൂടുതൽ വചനം വായിക്കുവാൻ, കൂടുതൽ ശക്തി വിടുവാൻ അതിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഈശോയെ. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.